നമസ്കാരം. ADV ന്യൂസ് അവതരിപ്പിക്കുന്ന വാരാന്ത്യ പരിപാടിയായ വീക്കെൻഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന മലമേൽ കേരള ടൂറിസം ഭൂപടത്തിലേക്ക്. വലിയ ടൂറിസം സാധ്യതകളുള്ള മലമേലിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് മലമേൽ ടൂറിസം പദ്ധതിക്ക് രൂപം നൽകുന്നത്. നാടുകാണിപ്പാറയും ക്ഷേത്രവും ആൽമരങ്ങളും പുൽമേടും കളിസ്ഥലവും ഗുഹകളും ഗോളപ്പാറയും വാനരപ്പടയും മലമേലിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കാരണമാകുന്നു. നിരവധി പേർ മലമേലിൽ ദൈനംദിനം എത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യവും തനിമയും നിലനിർത്തിയാണ് ടൂറിസം വികസനത്തിന് തയ്യാറെടുക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. റോപ്പ് വേയും വാനനിരീക്ഷണ സംവിധാനവും അടക്കം നിരവധി പദ്ധതികൾ മലമേലിൽ നടപ്പാക്കും. ഇതിലൂടെ മലമേൽ ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുമെന്നാണ് ത്രിതല പഞ്ചായത്തുകളുടെ വിലയിരുത്തൽ. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ മലമേൽപ്പാറ അഞ്ചലിൽ നിന്നും 8 കിലോമീറ്ററോളം അകലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും നല്ല കാറ്റ് ലഭിക്കുമെന്നതും മലമേലിനെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടാൻ കാരണമാണ്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളുടെ കലവറയായ മലമേലിൽ കുട്ടികൾക്കായി പാർക്കും വിനോദസഞ്ചാരികൾക്കായി മറ്റ് സൗകര്യങ്ങളും ഒരുക്കാനാണ് ആദ്യഘട്ടത്തിൽ ടൂറിസം വകുപ്പ് തയ്യാറെടുക്കുന്നത്. മലമേലിലേക്കുള്ള റോഡുകളുടെ നിലവാരം ഉയർത്താനും ജില്ലയിലെ മറ്റ് ടൂറിസം സെൻ്ററുകളുമായി കൂട്ടിയോജിപ്പിച്ച് ടൂറിസം വികസിപ്പിക്കാനുമാണ് ആലോചിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ അമ്മായിയമ്മ പോരുമൂലം നട്ടം തിരിയുകയാണ് തെന്മലയിലെത്തുന്ന സഞ്ചാരികൾ. പോയ വാരം ADV ന്യൂസ് പകർത്തിയ റിപ്പോർട്ടിലേക്ക്. തെന്മല ഡാമിൽ ബോട്ടിങ്ങിനായി ദിനംതോറും നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. എന്നാൽ സഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ സെക്യൂരിറ്റിക്കോ നല്ലൊരു കെട്ടിടം പോലുമില്ല. ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള തെന്മല ഡാമിൽ ടൂറിസം വകുപ്പിന്റെ അധികാരങ്ങൾ പരിമിതമായതിനാലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ജലസേചന വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഏകോപനമില്ലായ്മയാണ് തെന്മല ഡാമിലെ ബോട്ടിംഗ് സെന്ററിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം. എന്നാൽ കൃത്യമായ അനുമതിയില്ലാതെയാണ് ടൂറിസം വകുപ്പ് ബോട്ടിംഗ് സെന്റർ മാറ്റി സ്ഥാപിച്ചതെന്നും ബോട്ടിംഗ് സെന്ററിന് മറ്റുമായി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് ടൂറിസം വകുപ്പാണെന്നും കല്ലട ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ Y അച്ഛൻകുഞ്ഞ് ADV ന്യൂസിനോട് പറഞ്ഞു. ഈ പുതിയ ബോട്ടിംഗ് സിസ്റ്റം വന്നപ്പോൾ അതിപ്പോഴാണ് കളംകുന്നിലേക്ക് മാറ്റിയത്. പള്ളംപെട്ടി സാഡിൽ ഡാമിലേക്ക്. നേരത്തെ ഇത് കളംകുന്നിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ടെപ്സർ തന്നെ നേരിട്ട് തന്നെ അവർ നേരിട്ട് തന്നെ അവിടെ തുടങ്ങിയതാണ്. അതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ വരുമാനങ്ങളും കാര്യങ്ങളെല്ലാം അവരാണ് അവരിൽ കൂടിയാണ് അത് ഗവൺമെന്റിൽ അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത് തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ്, ടെപ്സാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ പരിധിയിൽ വരുന്ന അണക്കെട്ടും അണക്കെട്ടിലെ ബോട്ടിങ്ങും കാര്യക്ഷമമാക്കാൻ കഴിയാത്തത് സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തെന്മല ഡാമിലെ ബോട്ടിംഗ് തേടി നിരവധി പേർ എത്തുമെന്ന് ഉറപ്പാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പ് വിശേഷം. ആയൂർ നടുക്കുന്ന് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷയിലേക്ക്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നടുക്കുന്ന് വാർഡിലെ സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ജനാധിപത്യ വിശ്വാസികൾ UDF-നൊപ്പം നിൽക്കുന്നതിനാൽ വിജയം സുനിശ്ചിതമാണെന്ന് UDF സ്ഥാനാർത്ഥി സാമുവൽ തോമസ് പറഞ്ഞു. പ്രതീക്ഷയിലാണ്. ഇപ്പോൾ തന്നെ 1223 വോട്ടുകളിൽ 650 വോട്ടുകൾ ചെയ്തു കഴിഞ്ഞു. 52% കഴിഞ്ഞു. UDF ഇനിയും ഒരു 250-ലധികം വോട്ടുകൾ 300ഓളം വോട്ടുകൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഐക്യ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥിയും ഞാൻ ഉൾപ്പെടെ എല്ലാവരും നല്ല വിജയപ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്നും മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്നും LDF സ്ഥാനാർത്ഥി N ഗംഗാധരൻ പിള്ള പറഞ്ഞു. വിജയശതമാനം 100% വിജയിക്കും. കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഭൂരിപക്ഷം കാണും. പിന്നെ വലിയ സമാധാനപരമായ വോട്ടായി. ഇപ്പം 55% കൂടി കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ മിക്കവാറും ഒക്കെ വന്ന് വോട്ട് ചെയ്തു. വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
നടുക്കുന്ന വാർഡിൽ വിജയിച്ച ചരിത്രം BJPക്കുണ്ടെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രം മാറ്റിയെഴുതുന്നതിന്റെ ആദ്യപടിയായി നടുക്കുന്ന വാർഡിൽ വിജയിക്കുമെന്നും BJP സ്ഥാനാർത്ഥി ആയൂർ മുരളി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനം എന്നുള്ളതല്ല ഇതിൻ്റെ പ്രാധാന്യം. ഞങ്ങൾക്ക് തുച്ഛമായ വോട്ടിന് നഷ്ടപ്പെട്ടതാണ്. തൊട്ട് മുമ്പിലത്തെ ഇലക്ഷനും 10-20 വോട്ടിനാണ് ഇത് നഷ്ടപ്പെട്ടത്. അതിനു മുമ്പ് ഞാൻ തന്നെ ഈ വാർഡിൽ മെമ്പർ ആയിരുന്നു. 175ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇവിടുത്തെ ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അതാണ് ഈ വാർഡിൻ്റെ പ്രത്യേകതയും ഈ ഇലക്ഷൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് വരാൻ പോകുന്ന 4 മാസം കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വാർഡ് ഉൾപ്പെടെ ടൗൺ വാർഡുകൾ മൊത്തവും ഇടമുളയ്ക്കൽ പഞ്ചായത്തിലും ഞങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ പ്രാധാന്യത്തോടെ കാണുന്നത്. ബഹുഭൂരിപക്ഷത്തോടുകൂടി BJP ഇവിടെ വിജയിക്കും. BJP സ്ഥാനാർത്ഥിയായി എന്നിൽ അവർക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് എൻ്റെയും വിശ്വാസം. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്. ഈ വിജയത്തോടു കൂടി ഞങ്ങൾ ഈ പഞ്ചായത്തിൽ പ്രഥമ പാർട്ടിയായി മാറും. പഞ്ചായത്തിലെ ഭരണകക്ഷിയായി BJP മാറും. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷവും UDFും ഏതാണ്ട് ഒരുമിച്ച് നിന്ന് തന്നെ ഇപ്പം മുന്നോട്ട് പോവുകയാണ്. ഉച്ചയോടുകൂടി ഇവരെന്താ അട്ടിമറി നടത്താൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യവും അട്ടിമറി ഇവർ നടത്തിയിരുന്നു. UDFന് ആകെ 90 വോട്ടേ ഈ മണ്ഡലത്തിൽ കിട്ടിയുള്ളൂ. ബാക്കി വോട്ട് മുഴുവൻ LDFന് മറിച്ചു കൊടുത്തിട്ടാണ് LDFനെ വിജയിപ്പിച്ചത്. എന്നിട്ടും അവർക്കാകെ 100 വോട്ടിൻ്റെ വ്യത്യാസമേ ഞങ്ങൾക്ക് വരുത്താൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതിലൊരു 50 വോട്ട് ഇപ്പം മറിച്ച് മാറുക എന്ന് പറയുന്നത് നിഷ്പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്നാലും ഇപ്രാവശ്യം ഞങ്ങളുടെ വിജയം തടയാൻ ഇവർക്ക് ഇരു മുന്നണികൾക്കും സാധ്യമല്ല. BJPയുടെ വിജയം സുനിശ്ചിതമാണെന്ന് ഇപ്പോൾ ഈ വാർഡ് മൊത്തം കറങ്ങി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വരുന്ന വോട്ടർമാർ ഞങ്ങളുടെ കാണിക്കുന്ന ആ സ്നേഹം, അവരുടെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടാൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒടുവിൽ LDF വിജയിച്ചു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആയൂർ നടുക്കുന്ന വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി N ഗംഗാധരൻ പിള്ള 15 വോട്ടുകൾക്ക് വിജയിച്ചു. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 78% പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരുന്നു. ആകെ 954 വോട്ടുകൾ പോൾ ചെയ്തതിൽ 366 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി N ഗംഗാധരൻ പിള്ളയ്ക്ക് ലഭിച്ചത്. 351 വോട്ടുകളുമായി BJP സ്ഥാനാർത്ഥി ആയൂർ മുരളി 2ാം സ്ഥാനത്തെത്തി. 237 വോട്ടുകൾ മാത്രം ലഭിച്ച UDF സ്ഥാനാർത്ഥി സാമുവൽ തോമസ് 3ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും അന്തരിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ളയുടെ ഭരണ നേട്ടങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ജയശ്രീ ADV ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF സ്ഥാനാർത്ഥിയാണ് 15 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ഈ 4.5 വർഷമായി തുടർന്നു വന്നിരുന്ന LDFൻ്റെ ഭരണത്തിൻ്റെ ഒരു മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറയാതിരിക്കാൻ ഈ ഒരു അവസരത്തിൽ കഴിവില്ല. അപ്പോൾ ഒരു എതിരാളി എന്നുള്ള നിലയിൽ BJP പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അപ്പോൾ 3ാം സ്ഥാനത്തേക്കാണ് UDF സ്ഥാനാർത്ഥി പോയത്. അപ്പോൾ ഈ കഴിഞ്ഞ ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അപ്പം BJP സ്ഥാനാർത്ഥി ഈ ഒരു ഇലക്ഷൻ വേണം. കാരണം ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന വൈസ് പ്രസിഡൻ്റായിരുന്നു അവിടെ മരണപ്പെട്ടു പോയത്. മുൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള അദ്ദേഹം മരിക്കുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ നടന്നത്. അപ്പോൾ ഏകദേശം പൊതു തെരഞ്ഞെടുപ്പ് 4 മാസം കൂടെ സെപ്റ്റംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 4 മാസത്തേക്കൊരു മത്സരം ഇല്ല എന്നുള്ള ഒരു ധാരണയിലാണ് UDFും LDFും എല്ലാമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് BJP തന്നെ ഇതിന് വേണം എന്നുള്ള ഒരു മുൻകരുതലോടുകൂടി നോമിനേഷൻ കൊടുക്കുകയും അപ്പോൾ പിന്നെ നമ്മളും മത്സര രംഗത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ആയൂരിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നതും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സഹായത്താലും തന്നെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അപ്പോൾ കൂടുതൽ നമ്മൾ ആയൂർ തന്നെ ആയുർവേദ ആശുപത്രിക്കൊക്കെ ഒരുപാട് തുക നമ്മൾ വയ്ക്കുകയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഈ ഒരു വിജയം. അപ്പം നമ്മുടെ മുൻ മെമ്പർ രവീന്ദ്രമുള്ള അദ്ദേഹം നന്നായിട്ട് തന്നെ ആ വാർഡിനെ നോക്കുകയും അതിൻ്റെ ഒരു ഫലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ വിജയമെന്ന് പറയാതിരിക്കാൻ നമുക്ക് ഒരു നിർവാഹമല്ല. അപ്പം നല്ല ഒരു റിസൾട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വിജയം ഇവിടെ അദ്ദേഹം നല്ല രീതിയിൽ ഇനിയും ഈ ഒരു 3 മാസക്കാലം ഞങ്ങളുടെ കൂടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഒരു പറയാൻ. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള മരണപ്പെട്ട സാഹചര്യത്തിലാണ് ആയൂർ നടുക്കുന്ന് 14ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ 100-ൽ കൂടുതൽ വോട്ടിനാണ് രവീന്ദ്രൻ പിള്ള വിജയിച്ചത്.
എന്നാൽ സഹതാപതരംഗം നിലനിൽക്കുമ്പോഴും LDF വിജയം 15 വോട്ടുകളിൽ ഒതുങ്ങി. ഇടതുപക്ഷത്തിൻ്റെ ജില്ലാതല നേതാക്കളടക്കം വാർഡിൽ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചെങ്കിലും BJP സ്ഥാനാർത്ഥി ആയൂർ മുരളി ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. കോൺഗ്രസ് പതിവ് പോലെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഭൂരിപക്ഷം 15 വോട്ടായി ചുരുങ്ങിയത് ഇടത് ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. BJP കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അഞ്ചലിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ പോലീസ് നടപ്പിലാക്കി തുടങ്ങി. പട്ടണത്തിലെ ട്രാഫിക് പരിഷ്കാരം എങ്ങനെയാണെന്ന് നോക്കാം. ഗതാഗത പരിഷ്കാരം ശക്തമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് അഞ്ചൽ പോലീസ് പിടിച്ചെടുത്തത്. ഗതാഗത പരിഷ്കാരത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ സബ് ഇൻസ്പെക്ടർ CK മനോജ് ADV ന്യൂസിനോട് പറഞ്ഞു. അഞ്ചൽ ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ നോ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഫിക്സ് ചെയ്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതായിട്ട് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതിൽ നമ്മൾ അവരുടെ ചിലവിൽ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് 12ഓളം വാഹനങ്ങൾ നമ്മൾ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതും അത് മതിയായ ഫൈനുകളും ചിലവുകളും വഹിച്ച് നിലവിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിവറേജിന് സമീപമുള്ള ഓൺ സൈഡ് പാർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ ബസ് സ്റ്റോപ്പുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. അതുകൂടാതെ ചല്ലിരിക്കൽ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ്, കുളത്തുപുഴ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് മാറ്റാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതും ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഗതാഗതക്കുരുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയാണ് പോലീസ് ഗതാഗത പരിഷ്കാരം അഞ്ചൽ പട്ടണത്തിൽ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ അഞ്ചൽ പോലീസ് പിടിച്ചെടുത്തത്. അങ്കണവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പോയ വാരത്തിലെ വാർത്തയായിരുന്നു. അങ്കണവാടി പ്രവേശനോത്സവത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കണ്ട് തിരികെ എത്താം. അറിവിന്റെ ആദ്യ പാഠങ്ങൾ കരസ്ഥമാക്കാൻ കണ്ണീരോടെ എത്തിയ കുരുന്നുകളെ റോസാപ്പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. തുടക്കത്തിലെ പരിഭവങ്ങൾ ഉള്ളിലൊതുക്കി കുരുന്നുകൾ പിന്നീട് പാട്ടും കഥകളും ചിരിയുമായി കൂട്ടുകാരോടൊപ്പം ചേർന്നു. ഏറം അലിയാർ ജംഗ്ഷൻ 52-ാം നമ്പർ അങ്കണവാടിയിലാണ് പുതിയ കൂട്ടുകാർക്കായി പ്രവേശനോത്സവവും അങ്കണവാടിയിൽ നിന്നും സ്കൂളിലേക്ക് യാത്രയാകുന്ന കുട്ടികൾക്കായി യാത്രയയപ്പും സംഘടിപ്പിച്ചത്. പരിപാടി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പ്രഭ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ പഞ്ചായത്തിലെ തന്നെ എടുത്തു പറയേണ്ട ഒരു അംഗൻവാടിയാണ് നമ്മുടെ അലിയാർ ജംഗ്ഷൻ, ഏറം അലിയാർ ജംഗ്ഷൻ അംഗൻവാടി. ഏതാണ്ട് ഒരു വർഷം 35 കുട്ടികളോളം ഇവിടെ നിന്നും അക്ഷരം പഠിച്ച് നമ്മുടെ അംഗൻവാടി ടീച്ചർ സുധ ടീച്ചറിൻ്റെ ശിക്ഷണത്തിൽ ഇവിടെ നല്ല കുട്ടികളായി നമ്മുടെ വിവിധ സ്കൂളുകളിലേക്ക് പോവുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇവിടെ ഈ വർഷവും നന്നായി അക്ഷരം പഠിച്ച് പുറത്തു പോകുന്ന ഏതാനും കുട്ടികളെ നമ്മൾ യാത്രയാക്കിക്കൊണ്ട് പുതിയ കുട്ടികളെ വരവേറ്റുകൊണ്ട് നമ്മളിവിടെ പ്രവേശനോത്സവം നടത്തുകയാണ്. അങ്കണവാടി ടീച്ചർ V സുധ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പുതിയ അതിഥികൾ കണ്ണീരോടെ എത്തിയപ്പോൾ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന കുരുന്നുകൾ ഉത്സാഹത്തോടെയാണ് പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ബലൂണും തോരണങ്ങളും ഉപയോഗിച്ച് മനോഹരമാക്കിയ അങ്കണവാടിയിൽ കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. അങ്കണവാടി ഹെൽപ്പർ KF ശ്രീലത, അങ്കണവാടിയിലെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കുട്ടൻകര അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുത്തനുടുപ്പും കൗതുകം നിറഞ്ഞ മനസ്സുമായി എത്തിയ കുട്ടികൾ പ്രവേശനോത്സവത്തിന് കൊഴുപ്പേകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിജയമ്മ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്ത പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷൻ വാർഡ് മെമ്പർ അഖിൽ രാധാകൃഷ്ണനായിരുന്നു. ഏരൂർ പഞ്ചായത്ത് 17-ാം വാർഡിലെ മുതലാറ്റ് അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള ഉദ്ഘാടനം ചെയ്തു. മത്തായിക്കുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ അങ്കണവാടി ടീച്ചർ പ്രിയകുമാരി സ്വാഗതം ആശംസിച്ചു. അധ്യയനം കഴിഞ്ഞ് കുട്ടികൾക്ക് യാത്രയയപ്പും പുതിയ കുട്ടികൾക്ക് സ്വീകരണവും നൽകി ചടങ്ങ് ശ്രദ്ധ പിടിച്ചുപറ്റി. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിലെ കൊല്ലം ജില്ലയിലെ മികച്ച സൂപ്പർവൈസർക്കുള്ള അവാർഡ് ലഭിച്ച സുധാമണിക്ക് ഉപഹാരം നൽകി ആദരിച്ചു. കാഞ്ഞുവയലിൽ KSRTC വേണാട് ബസ്സുകൾ നിർത്താത്തത് നാട്ടുകാരെ സമരത്തിലേക്ക് നയിച്ചു. ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ബസ് തടഞ്ഞ് സമരം ചെയ്തത്.
ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ കാഞ്ഞുവയലിൽ KSRTC വേണാട് ബസ്സുകൾ നിലവിൽ നിർത്താറില്ല. ഇതോടെ കൊല്ലം കൊളത്തുപുഴ ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രികരും ദീർഘദൂരങ്ങളിൽ നിന്നും കാഞ്ഞുവയലിൽ ഇറങ്ങേണ്ടവരും നട്ടം തിരിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് കാഞ്ഞുവയലിൽ KSRTC വേണാട് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യവുമായി ജനകീയ സമരസമിതി രംഗത്തെത്തിയത്. മുൻപും നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭങ്ങൾ നടത്തുകയും അധികൃതർക്ക് പലപ്പോഴായി പരാതികളും നൽകിയതാണെന്നും സമരസമിതി പ്രവർത്തകർ പറയുന്നു. ഈ സമാധാനപരമായിട്ടുള്ള സമരം പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ പോകുന്ന ഒരു സമരമല്ല. കാഞ്ഞുവയലിൽ KSRTC അനുവദിച്ച ആ ഉത്തരവ്, സ്റ്റോപ്പ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് വരെ ഈ സമരവുമായി ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക. ഇവിടെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് KSRTCയുടെ അധികാരികളെ കണ്ട അവസരത്തിൽ ചില KSRTCയുടെ അധികാരികൾ പറഞ്ഞത് കാഞ്ഞവയലിൽ കയറാൻ ആളുണ്ടോ എന്നാണ്. ആ KSRTCയുടെ മേലധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കാഞ്ഞവയലിലോട്ട് വരിക. നൂറുകണക്കിന് നാട്ടുകാരാണ് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാതെയുള്ള തീരുമാനവുമായി KSRTCക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഇവിടെ വേണാട് സർവീസിന് സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ ഒന്നാമത് പരിഗണിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് കാഞ്ഞുവയൽ. തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഇവിടെ നമുക്കറിയാലോ, നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ അറിയാതെ ഡ്രൈവർമാർ ചവിട്ടുന്ന ഒരു കേന്ദ്രമുണ്ട്. ഏതാണ്? ബിവറേജസ് ജംഗ്ഷൻ. അവിടെ എന്ത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി നിർത്തുന്നത്? വേണാട് സർവീസ് ആരംഭിച്ച് 1.5 വർഷത്തോളം കാഞ്ഞുവയലിൽ ബസ്സുകൾ നിർത്തുമായിരുന്നു. പരാതിയെ തുടർന്ന് കാഞ്ഞുവയലിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KSRTC MD സ്റ്റോപ്പ് അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും ഉത്തരവ് നടപ്പാക്കുന്നില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു. അധികാരികളുടെ നേർക്കും അധികാരികളുടെ പഠിക്കലും നമ്മൾ ഈ ആവശ്യവുമായി മുന്നിട്ട് ഉള്ള നിവേദനങ്ങളുമായി കയറിയിറങ്ങുക. ആ ഘട്ടത്തിൽ ഇനി ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെ ഒരു സമരപരിപാടിയുമായി ഈ കാഞ്ഞുവയൽ പ്രദേശത്തെ ജനങ്ങൾ റോഡ് ഉപരോധിക്കുക എന്നുള്ള ഏറ്റവും അടിയന്തരമായിട്ടും എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിലുമുള്ള ഈ സമര പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ രംഗത്ത് ഇനിയും അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞില്ല എങ്കിൽ തുടർന്ന് ഈ സമരപരിപാടിയുടെ രൂപം മാറുന്നതിനും ഈ സമരപരിപാടി കുറച്ചുകൂടെ കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ബസ് സ്റ്റോപ്പ് അനുവദിക്കുന്നതുവരെയുള്ള പൂർണ്ണമായുമുള്ള സമരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഏറ്റെടുക്കേണ്ട സമര പ്രക്ഷോഭ പരിപാടികൾ തുടർന്ന് ഏറ്റെടുക്കേണ്ടി വരും. നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും പരാതികൾ നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ 1 മാസം മുൻപാണ് നാട്ടുകാർ ചേർന്ന് സർവകക്ഷി യോഗം ചേർന്ന് സമരസമിതി രൂപീകരിച്ചത്. കാഞ്ഞുവയലിൽ KSRTC വേണാട് ബസ്സിന് സ്റ്റോപ്പ് ആരംഭിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇനി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക്. പഞ്ചായത്ത് ലൈബ്രറിയുടെ ശോചനീയാവസ്ഥ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി. നിരവധി ആളുകൾക്ക് അറിവും അതുവഴി ഉന്നത ജോലിയും നേടിക്കൊടുത്ത വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അഞ്ചൽ പഞ്ചായത്ത് ലൈബ്രറിയിലെ ജനാലച്ചില്ലുകളിൽ പലതും പൊട്ടിയടർന്ന നിലയിൽ. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഇവിടെ വാതിലും തകർച്ചയുടെ വാതയിലാണ്. ജനാലകൾ പ്ലാസ്റ്റിക് കവറിട്ട മൂടിയ നിലയിലുമാണ്. രാത്രികാലങ്ങളിലും മറ്റും ഇഴജന്തുക്കൾക്ക് സുഗമമായി അകത്ത് പ്രവേശിക്കാനുള്ള സാഹചര്യം ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നു. ലൈബ്രറിയുടെ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് വായനയെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്നവർ. ഇനി ഒരു ആരോപണമാണ്. നിലവിലെ ഭരണസമിതിക്കെതിരെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ കുടിശ്ശിക നൽകാനുള്ളതായും കുടിശ്ശിക തുക പിരിച്ചെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ആരോപിച്ചു. നികുതി പിരിവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. തനത് ഫണ്ട് വിനിയോഗത്തിൽ പഞ്ചായത്ത് കഴിഞ്ഞ വർഷമൊക്കെ പദ്ധതികൾ ഒരുപാട് ഉൾപ്പെടുത്തിയെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നില്ല. പഞ്ചായത്തിലെ ഇപ്പോൾ ലൈസൻസ് എടുത്ത് വ്യാപാരം നടത്തുന്ന എത്ര കടകളുണ്ട് എന്ന് അഞ്ചൽ പട്ടണത്തിൽ പരിശോധിച്ചാൽ ഒരു 10-20% കടകൾക്ക് മാത്രമേ ലൈസൻസും
അതുമായി ബന്ധപ്പെട്ട നിയമപരമായ അനുവാദത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തുന്നുള്ളൂ. ട്രേഡേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പഞ്ചായത്ത് കാലാകാലമായി അഞ്ചൽ പട്ടണത്തിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ ലൈസൻസ് പരിശോധിച്ച് അംഗീകാരമില്ലാതെ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് ഏർപ്പെടുത്തി അവരെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ പല കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ക്രിയാത്മകമായി പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യഥാർത്ഥ വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ പരസ്യനികുതി അഞ്ചലിൽ ചുമത്തി എടുക്കാൻ കഴിയുന്ന ഒരു പട്ടണപ്രദേശമാണ്. അതിന് ബൈല എടുത്തു, അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് പ്രവേശിക്കപ്പോഴത്തേക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. കലാകാലമായിട്ടുള്ള ജീവനക്കാരുടെ ഒരു സ്ഥിരതയില്ലായ്മ, ജീവനക്കാരില്ല പഞ്ചായത്തിൽ എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മൂല കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 30-ാം തീയതിയാണ് ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ലനീന്ദ്രൻ വിരമിച്ചത് സർവീസിൽ നിന്ന്. അതിനുശേഷം ഒരു പുതിയ സെക്രട്ടറി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ വന്നില്ല. 15-16 കാലഘട്ടത്തിലെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾ ഒരു നിലയിലും DPCയിൽ കൊടുത്ത് അംഗീകാരം വാങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഞ്ചലിലെ ജനങ്ങൾ പ്രതിബദ്ധതയോടുകൂടി കൊണ്ടുവന്ന ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് തന്നെ ഇപ്പം സ്വയം ബോധ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതുപോലെ നികുതി അടയ്ക്കാത്ത 5 ലക്ഷം 6 ലക്ഷം രൂപ വരെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള പഞ്ചായത്ത് കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തി ആ പൈസ വാങ്ങിയെടുക്കാനുള്ള നടപടികൾ നടക്കുന്നില്ല എന്നുള്ള ഒരു യഥാർത്ഥം നമുക്ക് പഞ്ചായത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ നിലയ്ക്ക് ഈ കുടിശ്ശികകൾ പിരിച്ച് എടുത്ത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ ഗണ്യമായ വർധനവ് വരുത്തി പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തൃപ്തികരമായി കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം സമിതിക്കുണ്ട്. അത് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വാടക ഇനത്തിൽ ലഭിക്കാനുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കാലഹരണപ്പെട്ട നിലയിലുമാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അഞ്ചൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ചില ദേശസ്നേഹികൾ രംഗത്തെത്തി. 1 പോകാനും 2 പോകാനും അഞ്ചൽ പട്ടണത്തിൽ ഇടമില്ല എന്നതാണ് ഇവരുടെ പരാതി. ലക്ഷങ്ങൾ മുടക്കി ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് ജംഗ്ഷനിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പണികഴിപ്പിച്ച കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടാണ് BJPയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. അഞ്ചൽ പട്ടണത്തിൽ ഒന്നിനു പോകാൻ സ്ഥലമില്ല, ഒന്നിനു പോകാൻ സ്ഥലമില്ല, ഒന്നിനു പോകാൻ സ്ഥലമില്ല, ഒന്നിനു പോകാൻ സ്ഥലമില്ല, രണ്ടിനു പോകാൻ സ്ഥലമില്ല, രണ്ടിനു പോകാൻ സ്ഥലമില്ല. ആയിരങ്ങൾ വന്നു ചേരും, ആയിരങ്ങൾ വന്നു ചേരും, ആയിരങ്ങൾ വന്നു ചേരും, ആയിരങ്ങൾ വന്നു ചേരും. അഞ്ചൽ പട്ടണ മാർക്കറ്റ്, അഞ്ചൽ പട്ടണ ശൗചാലയം തുറന്നു കൊടുക്കൂ, ശൗചാലയത്തിലും അഴിമതിയാണ്, ശൗചാലയത്തിലും അഴിമതിയാണ്, സെപ്റ്റിക് ടാങ്കിൽ അഴിമതിയാണ്. ഉപരോധ സമരത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി. സമരക്കാരും പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തി. അഞ്ചൽ സബ് ഇൻസ്പെക്ടർ CK മനോജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം സജീവമാക്കും എന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിച്ചു. BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചൽ മാർക്കറ്റിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശൗചാലയം കംഫർട്ട് സ്റ്റേഷൻ, ഇത് കാലാകാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഉപേക്ഷക്കുറവ് കൊണ്ട് അടച്ചിടുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ സമരം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ശൗചാലയത്തിൽ ഒരു അഴിമതിയാണ്. പഞ്ചായത്തിൽ ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഭരണത്തിന് സ്തംഭനമാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമാണ് നടക്കുന്നത്. ഈ ശൗചാലയം തുറന്നു കൊടുക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടെന്തുവാ? ഈ 100 കണക്കിന് ആൾക്കാരാണ് ഇന്ന് അഞ്ചൽ മാർക്കറ്റിലും ടൗണിലൊക്കെ എത്തുന്നത്. അവർക്കൊന്ന് 1 പോകാനോ 2 പോകാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. ആണുങ്ങൾ എവിടെയെങ്കിലും പോയി കാര്യങ്ങൾ സാധിക്കും, പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിന് പരിഹാരം കാണാൻ ഇവിടുത്തെ ഒന്നാമത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റ് ഒരു വനിതയാണ്.
ആ ഒരു പരിഗണന പോലും ഈ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഈ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണത്തിൽ ചില അഴിമതികൾ, കാരണം നല്ല രീതിയിലുള്ള പ്രവർത്തനമല്ല ഈ സെപ്റ്റിക് ടാങ്ക് ഇത് വെച്ച് ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങളിവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കളുമായിട്ട് നടന്ന ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് നേരിട്ട് തന്നെ അത് നാളെയോ മറ്റന്നാളുമായിട്ട് തുറന്നു കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങളിവിടെ ഈ സമരം അവസാനിപ്പിച്ചത്. ഇത് ഈ പറയുന്ന പോലെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ, കാരണം ഇവിടെ ഗ്രാമപഞ്ചായത്ത് നിൽക്കുകയാണ്, ആ ഗ്രാമപഞ്ചായത്ത് നമ്മളോട് പറയുന്നത് അത് ഒരു ലേലം ഒരു ലേലം കഴിഞ്ഞു, 2 ലേലം കഴിഞ്ഞു, ആരും വരുന്നില്ല, എടുക്കുന്നില്ല. പഞ്ചായത്ത് നേരിട്ട് ചെയ്യാലോ. ഇതൊരു വ്യവസായമോ അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളൊന്നും അല്ല. ഇത് ചെയ്യാൻ പറ്റുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഒരു ദിനചര്യമാണിത്. അത് പാലിക്കപ്പെടുവാൻ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണക്കാർ തയ്യാറാകണം. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വടമൺ ബിജു, BJP ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് ഗണേശൻ, വൈസ് പ്രസിഡന്റ് നന്ദൻ അഗസ്തിക്കോട്, വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ബേബി കളീക്കൽ, വെസ്റ്റ് ഏരിയ സെക്രട്ടറി അജി കുരുവിക്കോണം, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, ഉല്ലാസ്, അജു പനയഞ്ചേരി, ഷിബു കോമളം, സുമേഷ് ചോർനാട്, MK അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന്റെ ചില കുസൃതിത്തരങ്ങൾ കണ്ട് തിരികെ എത്താം. ഞായറാഴ്ച പകൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണിത്. വലിയ തോതിൽ വൈദ്യുതി ആവശ്യമായ ഹൈമാസ് ലൈറ്റ് കത്തിക്കിടക്കുന്നു. ഹൈമാസ് ലൈറ്റിന് വൈദ്യുതി പണം അടയ്ക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പാഴാകുന്നത് പൊതുജനങ്ങളുടെ നികുതി പണവും. ഉച്ചവെയിലും കത്തി നിൽക്കുന്ന തെരുവ് വിളക്കുകൾ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്ന മട്ടാണ്. വൈദ്യുതി ബില്ല് വരുമ്പോൾ ഷോക്കേൽക്കുക ഭരണാധികാരികൾക്കല്ല, കാരണം പാഴാകുന്നത് സർക്കാരിൻ്റെ നികുതി പണമാണ്. അഞ്ചലിലെ ഹൈമാസ് ലൈറ്റുകളെക്കുറിച്ച് ആരോപണം ഉയരുന്നത് ആദ്യമായല്ല. ആറോ ജംഗ്ഷനിലെ വീഡിയോ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഹൈമാസ് ലൈറ്റ് രാത്രികാലങ്ങളിൽ ഓഫാക്കിയിടാറുണ്ടെന്ന ആരോപണം മുൻപ് ഉയർന്നിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ചിലർക്കെതിരെ അഴിമതി ആരോപണവും ഉയർന്നു. വിജിലൻസ് അന്വേഷണം ഇതിന്റെ പേരിൽ പുരോഗമിക്കുന്നുണ്ട്. 6ഓളം ഹൈമാസ് ലൈറ്റുകളാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രമുള്ളത്. വലിയ അളവിൽ വൈദ്യുതി ആവശ്യമായ ഹൈമാസ് ലൈറ്റ് പകൽ സമയത്ത് കത്തിക്കിടക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും വൈദ്യുതി നഷ്ടത്തിനും ഇടയാക്കുന്നു. വൈദ്യുതി പാഴാക്കരുതെന്ന് പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നവർ ഇത്തരം വൈദ്യുതി ദുരുപയോഗത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ്. അഗസ്തിക്കോട് ഒച്ചുശല്യം രൂക്ഷമാകുന്നു. വലിപ്പം കൂടിയ ആഫ്രിക്കൻ ഒച്ചുകളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അഗസ്തിക്കോട് ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമാകുന്നു. വീടിന്റെ വരാന്തയിലും വീട്ടുമുറ്റത്തും ഒടുവിൽ കിടപ്പുമുറികളിൽ പോലും ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. 4 വർഷം കൊണ്ട് വളരെ കൂടുതലായിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ചാറുമ്പോൾ സന്ധ്യയ്ക്കായാലും രാവിലെ ആയാലും വീട്ടുമുറ്റത്തും പറമ്പിലും മുഴുവൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഇഴഞ്ഞിങ്ങനെ വരും. അപ്പോൾ ഈ ഉപ്പിട്ടാൽ ഇത് ചത്തുപോകും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഉപ്പ് കൊണ്ടുവച്ചിട്ട് ഇത് അതിൻ്റെ മാംസളമായ ഭാഗത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ശബ്ദം കേൾപ്പിക്കുന്നത് കരയും, കീ എന്ന് കരഞ്ഞുകൊണ്ട് അത് വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകും. അതിൻ്റെ ബ്ലഡായിരിക്കണം. എന്തായാലും അത് പിന്നെ അവിടെ നിന്ന് ചലിക്കില്ല. മതിലേ കയറി ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ മാംസളമായ ഭാഗത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പൊടി ഉപ്പിട്ടാൽ മതി. അപ്പോഴേ അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ താഴെ വീഴും. അങ്ങനെ എത്തുകയാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞ് ഈ ഏരിയയിൽ. പക്ഷേ ഈ ഏരിയയിൽ മറ്റുള്ള ഭാഗത്തൊക്കെ ധാരാളമുണ്ട്. നമ്മൾ ഈ പണി കൃത്യമായിട്ട് കാണുന്നതിനെ ഉപ്പിട്ട് കൃഷിയൊക്കെ ബാധിക്കും, ആരോഗ്യം കൃഷി ബാധിക്കും. കൃഷിയാണ്ടല്ല, അവിടെ താമരയുണ്ട്, ഈ നീലത്താമര ഇല്ല കുളത്തിൽ, അതിൻ്റെ ഇലയിലൊക്കെ കയറി ഇരുന്നിട്ട് മുഴുവൻ തിന്നും. ചേന കയറി ഇരുന്ന് തിന്നും. സകല കൃഷി സാധനങ്ങൾ ഇത് ഉപദ്രവിക്കും. പറമ്പിലൊക്കെ ഉണ്ട്. പറമ്പിൽ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണിളകിയാൽ ഉടനെ വിള കയറും. ഇന്നിപ്പോൾ രാവിലെ ഫ്രണ്ടിൽ കാട് കളഞ്ഞപ്പം അതിലെ കല്ലുകളുണ്ട്, ചെറിയ കല്ലുകൾ ഇങ്ങോട്ട് ഇളകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ഇത് ഇറങ്ങാം. അതുകൊണ്ട് ഇന്നൊരു 50ഓളം ഒച്ചകളെ ഇന്ന് ഞാൻ കൊന്നു രാവിലെ. അപ്പോൾ ഉപ്പ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇളകി വരാൻ സാധ്യതയുണ്ട്. കാരണം ജീവനുള്ളതും ഇല്ലാത്തതും തിരിച്ചറിയാതെ കിടക്കുക അവിടെ. അപ്പോൾ അതിൽ നിന്ന് ഇനി ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോഴും കുറച്ച് കഴിഞ്ഞേ എടുക്കുകയുള്ളൂ. ഒന്നുകൂടെ ഇറങ്ങിപ്പോവും, നോക്കും. ഇത് കുറേ നാളുകളായിട്ടിത് ഉപദ്രവമായിട്ടിരിക്കുകയാണ്. ഇവയ്ക്ക് മുകളിൽ ഉപ്പ് വിതറുക എന്നത് മാത്രമാണ് ഏക പ്രതിരോധ മാർഗം. ഉപ്പ് നിറച്ച പാത്രങ്ങളുമായി നിൽക്കുന്ന ഗ്രാമീണർ ഇന്ന് ഈ മേഖലയിലെ സ്ഥിരം കാഴ്ചയാണ്. നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒച്ചുശല്യം കാരണം ഉണ്ടാകാറുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകരും അഭിപ്രായപ്പെട്ടു.
ഒച്ചുശല്യം രൂക്ഷമായതോടെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാർഷിക വിളകൾക്കും പ്രതികൂലമായി ബാധിക്കാറുണ്ടെന്നും കർഷകർ പറയുകയുണ്ടായി. എന്തായാലും ഒരു പിടി ഉപ്പുമായി നിൽക്കുന്ന പ്രദേശവാസികൾ ഈ മേഖലയിലെ സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഒച്ചു മാത്രമല്ല, പാമ്പുമുണ്ട്. വെറും പാമ്പല്ല, പെരുമ്പാമ്പ്. ചൊവ്വാഴ്ചയാണ് ഒറ്റത്തെങ്ങ് ഊട്ടുപറമ്പിന് സമീപത്തെ വീട്ടിലെ കിണറ്റിൽ പെരുമ്പാമ്പിനെ കണ്ടത്. പെരുമ്പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വീട്ടുടമസ്ഥരായ തങ്കമണിയും ബാബുവും വിവരം സമീപവാസികളെ അറിയിച്ചു. കണ്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും മേലോട്ട് കരയും മാത്രമേ കാണത്തുള്ളായിരുന്നു. ഇന്നലെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് കണ്ടത്. അതുവരെ തവളയെന്നും പറഞ്ഞിരുന്ന തല കണ്ടുകൊണ്ട് ഇന്നലെ എൻ്റെ മേലോട്ട് പൊങ്ങി പിന്നെ ഈ പുള്ളിയൊക്കെ കാണുന്നത് അങ്ങനെയെന്ന് അറിയിച്ച് വന്നത്. തുടർന്ന് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിലെ ഹെഡ്ക്വാർട്ടർ സ്റ്റാഫുകളാണ് ഞങ്ങൾ. വിവരം കിട്ടിയതനുസരിച്ച് ഇതിനെ പിടിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ സ്വകാര്യ വികാരത്തിനായി അഞ്ചൽ റേഞ്ചിലെ വനമേഖലയിൽ ഇത് വളരെ ചെറുതാണ്, ഒരു വയസ്സിനകത്തുള്ള കാണത്തുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൊതുവേ ഈ തോട് പ്രദേശത്തുള്ളതും കോഴികളുടെ തീറ്റ കിട്ടാനായിട്ടൊക്കെ കോഴികളുടെ വേസ്റ്റൊക്കെയാണ് സാധാരണ ഇത് കൂടുതലും കഴിക്കാറുള്ളത്. മഴക്കാലത്ത് ഞങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഈ പ്രദേശങ്ങളിൽ കൂടുതലും ഈ അടിക്കാട് നമ്മുടെ പൂയപ്പള്ളി ഭാഗങ്ങളിലെല്ലാം പൊതുവേ കാണുന്നതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരെണ്ണം പിടിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഈ ആഴ്ചകളിൽ മഴക്കാലത്ത് പൊതുവേ കൂടുതലാണ്. മഴ കഴിഞ്ഞ് ഇതിൻ്റെ സീസണാണ്, ഞങ്ങൾക്ക് പെരുമ്പാമ്പിൻ്റെ കാല സീസണാണ്. ഞങ്ങൾക്ക് പകൽ ജോലി കുറവാണെങ്കിൽ രാത്രിയിലാണ് ഏറ്റവും കൂടുതലും ജോലി ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. 8 അടിയോളം നീളവും 7 കിലോ തൂക്കവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയതെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വനപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പെരുമ്പാമ്പിനെ ജനമേഖലയിൽ നിന്ന് പിടികൂടിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ആയൂരിലെ മാലിന്യ പ്രശ്നങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ADV ന്യൂസിന് വേണ്ടി വിമൽകുമാർ ചെട്ടിക്കുളങ്ങര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആയൂരിൽ മാലിന്യം കുന്നുകൂടുന്നു. കക്കൂസ് മാലിന്യമടക്കം ഒഴുകുന്ന ഓട പലയിടങ്ങളിലും അടഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുകുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. ഓടയുടെ നിർമ്മാണ ചുമതലയുള്ള KSDPയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. ഈ പറയുന്ന കാര്യം പിന്നെ ഒരു കംപ്ലൈൻറ്റോ പരാതിയോ അല്ല, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. 200 വർഷത്തിന് മേൽ പഴക്കമുള്ള കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ ഓട 200 വർഷത്തോളാണെന്ന് എൻ്റെ ഉദ്ദേശം പറയുകയാണ്. ആ ഓട വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കുകയല്ല, 2 വ്യക്തികൾ നിന്നാണെന്നാണ് ഞാൻ അറിഞ്ഞത്. 2 വ്യക്തികൾ അടച്ച് മലിനജലം, മാരകമായ അസുഖം പകർത്തുന്ന മലിനജലം ആയൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുകയാണ്. മാലിന്യ പ്രശ്നം രൂക്ഷമായ ആയൂരിലൂടെ മൂക്കുപൊത്താതെ ആർക്കും സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആയൂർ പട്ടണത്തെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്ന ഒരു ജല സംശയത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആയൂർ ടൗണിൻ്റെ പ്രദേശങ്ങളിൽ ചുറ്റുവട്ടം കിടക്കുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇതുവഴി ഒഴുകി ആയൂർ ടൗണിനെ മാലിന്യമാക്കി മഴക്കാലം വരുമ്പോൾ ആയൂർ ടൗണിൽ ജനങ്ങൾക്ക് നടക്കാൻ വയ്യാത്ത ദുസ്സഹമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ഒഴുകിപ്പോകുന്ന ഈ മാലിന്യം ഈ കടയുടെയൊക്കെ പിറകിൽ വരുന്ന യഥാർത്ഥ ഒരു ജലാംശയുണ്ട്. ആ ജലാംശയത്തെ പല സ്വകാര്യ വ്യക്തികളും തടഞ്ഞു വെച്ച് ആ വസ്തുവിലൂടെയുള്ള ഓട കാര്യപ്രദമാവാതെ അത് റോഡ് വഴി ഓടയിലേക്ക് ചെന്നെത്തി റോഡിലൂടെ ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ദയനീയാവസ്ഥയായി മാറിക്കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഈ മാലിന്യം കെട്ടിക്കിടന്ന് ജനങ്ങൾ ഇതിലൂടെ സഞ്ചരിച്ച് ഇത് ഒരു മാലിന്യ പ്ലാന്റ് പോലായി കഴിഞ്ഞ് ഈ പ്രദേശം. ഇതിൻ്റെ ശോചനാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തോ സർക്കാരോ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ദയനീയ അവസ്ഥയായി ഞങ്ങൾ കാണുന്നു. മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതരും തയ്യാറാകുന്നില്ല. മഴക്കാലത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. ഇതാണ് ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ എല്ലാ ആവശ്യം. ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം വിമൽ ചെട്ടികുളങ്ങര, ADV ന്യൂസ്. കിണർ വൃത്തിയാക്കാൻ ആളെ കിട്ടിയില്ല. പോലീസുകാരനായ PTA പ്രസിഡന്റ് യൂണിഫോം അഴിച്ച് കിണറ്റിലിറങ്ങി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാട് മൂടിക്കിടന്ന കിണർ PTA പ്രസിഡന്റും ഏരൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിളുമായ ഷാജഹാൻ മുന്നിട്ടിറങ്ങി വൃത്തിയാക്കി. ടോയ്ലറ്റിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം എടുക്കുന്ന കിണറാണ്. ഇതിനകത്ത് കാട് വിടുന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല, മഴക്കാലമായതുകൊണ്ട്. ഇനിയിപ്പോൾ ആളെ കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട്
സ്വന്തമായിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, വേറെ ഒന്നുമല്ല. കാടുപടലങ്ങൾ പറിച്ചെടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം കാണിച്ച സേവനം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. വൈറ്റ് കോളർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു ജോലിയും ചെയ്യാത്ത ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ സേവനം വഴികാട്ടിയായി. ഇതോടെ ഈ വീക്കെൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കണ്ടുമുട്ടാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.